എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പുതിയ മാസം വരാണ്. നമുക്ക് ഈ മാസം എങ്ങനെയുണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പൈൽ റീഡിങ് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഇത് കുങ്കുമമാണ്, ഒന്ന് ദേവിയാണ്, ദേവിയുടെ അമ്മ ലക്ഷ്മി ദേവി അമ്മയാണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. ആദ്യം ഒന്ന് കണ്ണടച്ചിരുന്ന് ഏതാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറാണിത്. ഇതിൽ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പർ. അപ്പം അതിൽ കോണ്ടാക്ട് ചെയ്യാം. എന്തെങ്കിലും മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് തന്നാൽ നിങ്ങളുടെ ജാതകം കൂടെ നോക്കി തരുന്നതാണ്. അത് ഞാൻ അതും കൂടെ നോക്കുന്നുണ്ട്. റീഡിങ് മാത്രമല്ല ജാതകം കൂടെ നോക്കി തരാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ഫീസ് ഉണ്ട് പേഴ്സണൽ റീഡിങ്ങിന്. അപ്പോൾ ആ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ജൂൺ മാസത്തിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന് ജൂൺ മാസത്തിൽ മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ഈ ജൂൺ മാസത്തിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ഈ ജൂൺ മാസത്തിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ഈ ജൂൺ മാസത്തിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ജൂൺ മാസത്തിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ജൂൺ മാസത്തിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തായിരുന്നു? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ഈ ജൂൺ മാസത്തിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് ഈ ജൂൺ മാസത്തിൽ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ്? നമ്മള് ഇപ്പം നമ്മൾ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നമുക്കപ്പോൾ ഇത് ആദ്യം നമുക്ക് ഈ ദേവീനെ ഇത് സെലക്ട് ചെയ്തവർക്ക്, ഇത് ലക്ഷ്മി ദേവി അമ്മയായിരുന്നു. ഈ ദേവീനെ സെലക്ട് ചെയ്തവർക്കുള്ളത് നമുക്ക് ആദ്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റാണ് ഇനി ജൂൺ മാസത്തിൽ വരാൻ പോകുന്നത് കേട്ടോ. നേരെ ഇപ്പൊ എത്രത്തോളം എന്താണ് ഉള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരാം. വളരെ നല്ല ഉയർച്ച ഉണ്ടാവുക, ഒരു പുനർജന്മം കിട്ടുന്ന പോലെ എല്ലാ കാര്യത്തിലും ഇനി സക്സസ് വരാം, എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാവുക. നിങ്ങളുടെ എന്തിനെങ്കിലുമൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ വിജയം നേടുന്ന പറയണത് ഈ മാസത്തില്. ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ഭാഗ്യവും ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരാൻ പോവാണെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് വളരെ നല്ല പ്യുവർ ലവ് ആണെന്നാണ് പറയണത്. സോൾമേറ്റ് ആണ് നിങ്ങളുടെ എന്നാണ് പറയണത്. പിന്നെ നിങ്ങൾ
നിങ്ങൾക്ക് എന്താ വിചാരിച്ചത്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിചാരിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ. ആ പ്രാർത്ഥനകൾക്കൊക്കെ നിങ്ങൾക്ക് സഫലമാവാൻ പോവാണ്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനാ വേണ്ടിയിട്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ആ ദേവി, നിങ്ങളൊരു ഒരു ദേവി അങ്ങനെ ദേവിനെ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാ പറയണേ. ആ ദേവി നിങ്ങൾക്ക് ഒപ്പം ഉണ്ടെന്നാണ് പറയണത്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ നല്ലതെല്ലാം നേടിത്തരാൻ വേണ്ടിയിട്ട്, നിങ്ങളെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിത്തരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ട്. നിങ്ങൾ ഇനി ജീവിതത്തിലൊരു പഴയ ഒരു അദ്ദേഹത്തിന്റെ ഒരു അവസാനത്തെയാണ് കാണിക്കുന്നത് വെച്ചാൽ കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി നല്ലൊരു കാലം വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ലൈഫിലൊരു പഴയ കാലഘട്ടം അവസാനിച്ചു കഴിഞ്ഞു. ഇനി ഒപ്പം തന്നെ നല്ലൊരു കാലഘട്ടത്തിലേക്കുള്ള ഒരു പുതിയൊരു വഴി തുറക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളാണെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യുമ്പോഴും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ശരിയും തെറ്റും അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ഹൃദയത്തിനുടമയാണെന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഒരു അധികാരഭാവമൊക്കെ ഉള്ള ഒരാളായിട്ട് തോന്നാം. വളരെ ഡിവൈൻ പവറുള്ള വ്യക്തികളാണ് കേട്ടോ നിങ്ങള്. നല്ല ഡിവൈനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. വളരെയധികം ഹൃദയാലുവാണ്. മറ്റുള്ളവരുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കുമ്പോഴൊക്കെ വളരെ ഇമോഷനാവാ. അങ്ങനെയുള്ള വ്യക്തികളാണ്. ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇപ്പൊ ഒരു കൺഫ്യൂഷനിലാണ് നിൽക്കണേ എന്നാണ് പറയണത്. അത് സാരില്ല, നിങ്ങൾക്ക് അത് നടക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് നല്ല എല്ലാ കാര്യത്തിലും നല്ലതാണ് വരാൻ പോകുന്നത്. ഹാർഡ് വർക്ക് ചെയ്യണതിനൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടും. നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അതിന് ഫലം കിട്ടും. എല്ലാത്തിലും നിങ്ങൾക്ക് ഇനി നല്ലതാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബന്ധത്തിലാണെങ്കിൽ, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നല്ലൊരു തുടക്കം ഉണ്ടാവാൻ പോകണമെന്നാ പറയണം. ഇപ്പൊ നിങ്ങൾ പിണങ്ങിയിരിക്കുക, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട്, ഇത്തിരി ബന്ധത്തിൽ ഇത്തിരി വിള്ളലൊക്കെ വീണിട്ടിരിക്കായാലും ശരി, അതിന് നല്ലൊരു മനോഹരമായ ഒരു തുടക്കം ഉണ്ടാവാൻ പോകണമെന്നാണ് പറയുന്നത്. ഒരു അത്ഭുതം തന്നെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടുക, സന്തോഷ വാർത്തകൾ നിങ്ങളിലേക്ക് വരിക. നിങ്ങളിപ്പോൾ മാരേജിന് സമയമായി, ഇപ്പൊ മാരേജ് നോക്കി നടക്കുന്ന ആൾക്കാർക്ക് മാരേജിന് സമയമായി എന്നാണ് പറയുന്നത്. വിവാഹം ഇപ്പൊ നോ കോണ്ടാക്ട് ആയിട്ടിരിക്കായാലും, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് അകന്നിരിക്കായാലും, നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ല, നിങ്ങൾ അകന്നിരിക്കായാലും ശരി, അവർ നിങ്ങളിലേക്ക് തന്നെ വരുന്നു. നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ റീയൂണിയൻ, വിവാഹ നിശ്ചയം, ഇതെല്ലാം വരാൻ പോകുന്നു. സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയണത്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അറിയും. ഇനി ഇപ്പൊ പൈസയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസയൊക്കെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. നിങ്ങളുടെ കയ്യിൽ തന്നെ ആവശ്യത്തിനുള്ള പൈസയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെന്താണ്, ഒരു ഫണ്ട് പെന്നുകൾസുണ്ട്. നിങ്ങൾ നല്ല ഉറച്ചതും നല്ല ശക്തനായിട്ടുള്ള ഒരു വ്യക്തികളാണെന്നാണ് പറഞ്ഞത്. അത്യാവശ്യത്തിന് പൈസയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. കുറച്ച് സ്വത്തിനൊക്കെ ഉടമയാണെന്നാണ് പറയുന്നത്. നല്ല എന്താ പറയാ, ഒരു കുറെ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് പൈസ ഉണ്ടാവും. നിങ്ങളെ വിശ്വസിക്കാവുന്ന ഒരാളാണ് നിങ്ങളെ. വളരെ എന്നാലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം. എന്നാലും നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ട് നിങ്ങളുടെ ഒപ്പം ഒരാള് വേണം. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് നല്ല വ്യക്തമായ അറിവുകളുണ്ട്. പക്ഷെ നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബാക്കിൽ ഒരാൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നടത്തി കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് താമസ സ്ഥലം മാറുന്നതിന്, ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് താമസ സ്ഥലം മാറാനായിട്ട് ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഇനി മാറുന്ന സ്ഥലം വളരെ നിങ്ങൾക്ക് ഫ്രീഡം ഉള്ള സ്ഥലമായിരിക്കും. വളരെ വിശാലമായിട്ടുള്ള നല്ലൊരു സ്ഥലത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ ആയിട്ട് ഈ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് അതിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആശകളെല്ലാം നിറവേറ്റുന്നൊരു മാസമാവെന്നാണ് പറയുന്നത്. നല്ല വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ കഴിവിനനുസരിച്ച്, കഴിവുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയാ, നല്ല കുതിച്ചു ചാടുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. നല്ല ബുദ്ധിയും നല്ല അറിവും അങ്ങനെയെല്ലാം ഉള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് എത്രയാണ് ഇത്
സെലക്ട് ചെയ്തവർക്ക്. ഇനി ഇത് കുങ്കുമച്ചെപ്പ് സെലക്ട് ചെയ്തവർക്ക് നമുക്ക് എന്താണ് വരാൻ പോണേന്ന് നോക്കാം. ഇത് സെലക്ട് ചെയ്തവർക്ക് കുറച്ച് സമ്മർദ്ദം, കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടെന്നാണ് പറയണത്. ഉള്ളിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. വളരെ ദുഃഖത്തിലാണെന്നാണ് പറയുന്നത്. മനസ്സിന് ഒരുപാട് വിഷാദം, കുറച്ച് ഉത്തരവാദിത്തമുള്ള ആളാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പരിഹാരം ഉണ്ട് കേട്ടോ. എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരമുണ്ട്. പിന്നെ നിങ്ങൾക്ക് വന്നത് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ, റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ അസംതൃപ്തി, വിരസത, വിഷാദം, ഒരു ഒറ്റപ്പെടൽ പോലെ ഏകാന്തത അനുഭവപ്പെടാം. റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ താല്പര്യക്കുറവ് വരാം. ഒരുപാട് വിഷമം അനുഭവിക്കുക, ഒരുപാട് നഷ്ടപ്പെട്ട അതിന്റെ കുറ്റബോധം, നഷ്ടപ്പെടൽ അതിന്റെ കുറ്റബോധം, നിരാശ, അലസത, അങ്ങനെ ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഇത്, ജീവിക്കാൻ തന്നെ ഇഷ്ടമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഈ മാസത്തിൽ വരാം. അപ്പൊ അത് കണ്ടറിഞ്ഞ് മുന്നോട്ട് പോയാൽ മതി. അപ്പൊ അതിനെല്ലാം നിങ്ങൾക്ക് മാറ്റം കിട്ടാം. ചിലപ്പോൾ നിങ്ങളുടെ ജാതകവശാലുള്ള ദോഷങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാം. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ നമുക്ക് ഇപ്പോൾ ജാതകത്തിലായാലും നമ്മുടെ സമയം മോശമാണെങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ദേവതകളെ നമ്മൾ പ്രീതിപ്പെടുത്തി പോയാൽ നമുക്ക് കുറെ ഗുണങ്ങൾ കിട്ടും കേട്ടോ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താൽ നിങ്ങളുടെ ജാതകമൊക്കെ നോക്കി തരാം. എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമൊക്കെ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ നമുക്ക് വന്നിരിക്കും, പിന്നെ നിങ്ങൾക്ക് ചെറിയൊരു പണി എന്ന് വെച്ചാൽ നിങ്ങൾ അറിയുന്ന ആൾക്കാർ തന്നെ, നിങ്ങളായിട്ട് അടുപ്പുള്ള ആൾക്കാർ തന്നെയായിരിക്കും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും. നിങ്ങൾക്ക് ഒരു പണി തന്നിട്ടിരിക്കുന്നുണ്ട് മറിഞ്ഞിരുന്നോണ്ട്, ചിരിച്ചു കാണിച്ചിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഉപദ്രവിക്കില്ലേ, അങ്ങനെ ഒരു പണി നിങ്ങൾക്ക് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു വഞ്ചന കിട്ടാം നിങ്ങൾക്ക്, ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കാം. പിന്നെന്താ വളരെ കണ്ണിയായിട്ടുള്ള അവര് എന്തോ ആസൂത്രണം ചെയ്തിട്ട് എന്തോ നിങ്ങൾക്കൊരു പ്രവൃത്തി ചെയ്യാം, എന്തെങ്കിലും ആവിചാരം ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സപ്പെടുത്താം. ഒരു കൗശലക്കാരന്റെ ഒരു സാന്നിധ്യം ഇത് നിങ്ങൾക്ക് മറിഞ്ഞിരുന്നോണ്ടാരും നിങ്ങൾ എന്തോ ഉപദ്രവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോ ചിരിച്ചോണ്ടിരുന്നിട്ട് തന്നെയായിരിക്കും ചിലപ്പോ ചെയ്യാട്ടോ. അപ്പൊ അത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എല്ലാം തുറന്നു പറയാനില്ല. നിങ്ങളൊരു ചീറ്റ് ചെയ്യാൻ, നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു ചീറ്റിങ് കിട്ടാനൊക്കെ ഒരു സാധ്യതയുണ്ട് കേട്ടോ. കളവ് പറയാ, കള്ളങ്ങൾ നിങ്ങളെ ചതിക്കുക, മനസ്സാക്ഷി ഇല്ലാത്ത പോലെ പെരുമാറുക, അങ്ങനെ വല്ലാത്തൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് വരാനൊരു സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വരാം. എവിടേക്കും നീങ്ങണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഒരു സമയത്ത് തന്നെ രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ പെട്ടിട്ട് അപ്പൊ ഏതാണ് അതിന് തിരഞ്ഞെടുക്കേണ്ടത് എന്നറിയാൻ പറ്റാണ്ട് ഇങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾ. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യണം. അപ്പൊ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ, അതൊന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ അതിനൊരു ടെൻഷൻ, ഒരു റിസ്ക് എടുക്കണം നിങ്ങൾ. അപ്പൊ അതില് ഒരു ജോലിയിലായാലും ശരി, ജോലിയിലൊക്കെ എങ്ങനെയായാലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരാം, ഒരു സ്തംഭനാവസ്ഥ വരാം, എല്ലാത്തിനും ഒരു പ്രതിസന്ധി പ്രശ്നങ്ങൾ വരാം, തീരുമാനം എടുക്കാനായിട്ട് മൊത്തത്തിലൊരു പ്രയാസം, ആകെ കൺഫ്യൂഷൻ ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് എവിടുന്നെങ്കിലും വഞ്ചനകൾ കിട്ടുക, നിങ്ങൾ ആരെങ്കിലും ചതിക്കുക, നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് നിങ്ങളുടെ റിലേഷനിലാണെങ്കിൽ അതിൽ നിന്നൊരു വേർപിരിയല്, ലൈഫിൽ നിന്ന് ആരെങ്കിലും നിങ്ങളിട്ട് വെച്ച് പോവാം, നിങ്ങൾ അത് ഓർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് വിഷമിക്കണ്ട, അതങ്ങ് വിട്ടേക്ക്. ഇനി ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ചിന്തിക്കുക, നല്ലത് പാസ്റ്റിനെ പൂർണ്ണമായിട്ട് മറക്കുക, ഇനി ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നല്ലത് വരാൻ വേണ്ടി ചിന്തിക്കുക, നല്ലത് വരും കേട്ടോ. പേടിക്കാനുള്ളതില്ല ഇല്ല. പിന്നെ നിങ്ങൾ ഭൗതികമായ സമ്പത്തിനെയൊക്കെ സ്നേഹിക്കുന്ന വ്യക്തികളാണെന്നാണ് പറയുന്നത്. മൂല്യമുള്ള വസ്തുക്കളെയൊക്കെ സ്നേഹിക്കുന്ന വ്യക്തി, പണം ഉണ്ടാക്കണം, പണം അങ്ങനെയൊക്കെ പണത്തിനോടൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നുള്ള ആൾക്കാരാണ്. അധികാരത്തോട് താല്പര്യം, പണം നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം,
ഇപ്പൊ നിങ്ങളുടെ വ്യക്തിനെ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് മറ്റാർക്കും വിട്ടുകൊടുക്കാനൊന്നും ഒട്ടും താല്പര്യമൊന്നുമില്ല. സ്വന്താക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. മറ്റുള്ളവരെ നിങ്ങളുടെ ബന്ധത്തിനൊക്കെ തകർക്കാൻ നോക്കുക. അങ്ങനെയുള്ള പണികൾ വന്നതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ വളരെ ഇപ്പൊ ഒരു റിലേഷനിലാണെങ്കിൽ നിങ്ങളുടെ പാർട്ണറെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ല. നിങ്ങൾക്ക് ഒപ്പം കൂട്ടിച്ചേർക്കാനാണ് നിങ്ങളുടെ ഇഷ്ടം, അതാണ് നിങ്ങളുടെ ആഗ്രഹം. പക്ഷെ നിങ്ങൾക്ക് ഒരു പണികൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ് പണിയെന്ന് നോക്കാം, അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകും കേട്ടോ. എല്ലാത്തിനും പരിഹാരം ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ. അപ്പൊ പേഴ്സണൽ റീഡിങ് വേണ്ടവര് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത് ഇത് മൂന്നും തന്നാൽ ജാതകം നോക്കി തരാം കേട്ടോ. ഓക്കെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.